എടി ശീലേ, അയ്യോ കൊച്ചു മുതലാളി. നടി ശീലേന്നല്ല, എടി ശീലേന്നാ വിളിച്ചേ. എടി ഇത് ഞാനാടി നിന്റെ കൂടെ പഠിച്ച പുഷ്പാങ്കദൻ. ഓ പുഴുവടി പുഷ്പാങ്കദൻ. ഇപ്പോഴും പെൺപിള്ളേരെ കാണുമ്പോൾ ഈ പുഞ്ചിരി ഉണ്ടോടാ? ഇല്ലടി, കല്യാണം കഴിച്ചു. നിന്റെ ഫാമിലിയോ? ഹസ് റിട്ടയർഡ് IG, മൂത്തവൻ കളക്ടർ, ഇളയവൻ IPS. ആഹാ, കൊള്ളാലോ. ഹാ, ഇങ്ങനെയൊക്കെ ആയിരുന്നേ കൊള്ളായിരുന്നു. കെട്ടിയോ നേരത്തെ പോയി. എങ്ങോട്ട്? വീട്ടിലോട്ടോ? അല്ലെന്ന് മേളിലോട്ട് പോയെന്ന്. പാവം, നേരത്തെ രക്ഷപ്പെട്ട് കളഞ്ഞു. മക്കള് ഭാര്യമാരുടെ തെരുവിൽ കഴിയുന്നു. സൈലൻസ് പ്ലീസ്. പ്രസന്റ് സാർ. അയ്യോ, അതിനത് പള്ളിക്കടം അല്ലല്ലോ, കണ്ണാശുപത്രി അല്ലേ? ഡോക്ടർ സാർ വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ഡോക്ടർ എന്തിനാ കണ്ണിലേക്ക് ടോർച്ച് അടിച്ചു നോക്കുന്നത്? ചിലപ്പോ കൃഷ്ണമണിക്ക് വടി തെറ്റി നിൽക്കുമായിരിക്കും. ഡോക്ടറെ, ഒരു സംശയം. എന്തുവാ? ഐയുടെ സ്പെല്ലിംഗ് ഇങ്ങനെയല്ലല്ലോ. EY നല്ല ഐയുടെ സ്പെല്ലിംഗ്. ആ, അങ്ങനെ എഴുതിയാലും വായിക്കുന്നത് ഇങ്ങനെയല്ലേ? ഇതാകുമ്പോ 2 അക്ഷര ലാഭം. ദേ, എന്നെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇതെവിടുന്ന് അശ്വരീര് കേൾക്കുന്നുണ്ടല്ലോ. ദോ ഇവിടെ എന്റെ കണ്ണിന്റെ കാര്യം എന്തായെന്ന്. എന്താ പ്രശ്നം? എന്താ പറയാനാ, ചേട്ടാ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേ വെള്ളം തോരാൻ വേണ്ടി ആ ജനലിന്റെ പടിയേലെടുത്ത് വെച്ചതാ. ഏതൊരു മുടിഞ്ഞ കാക്ക വന്നത് കൊത്തിക്കൊണ്ട് പോയെന്നേ. അയ്യോ, ടെൻഷൻ എടുക്കണ്ട, ഇവിടുത്തെ 3 സ്റ്റാഫ് അങ്ങോട്ട് പോയിട്ടുണ്ട്, 3 ഡ്രോണും. അപ്പൊ ബോംബെന്നൊക്കെ ആളെ ഇറക്കിയല്ലേ? അയ്യോ, ഡോണെന്നല്ല ഞാൻ പറഞ്ഞേ, ഡ്രോണ്. അപ്പച്ചമ്പിന്റെ അപ്പച്ചമ്പോ? അപ്പച്ചനിപ്പ അപ്പച്ചൻ നിപ്പയോ? എന്റെ വായിലിരിക്കുന്ന കേക്കും. ഇയാളുടെ വായിലിരിക്കുന്ന കേക്ക് ഞങ്ങൾക്ക് എന്തിനാ? ആ, എന്റെ വായിലെ കേക്കല്ല, നാക്ക. കാഴ്ചക്ക് കുഴപ്പമുണ്ടോ? മമ്മൂട്ടിയുടെ സിനിമയല്ലേ? അയ്യോ, എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അതല്ല, നിങ്ങളുടെ കാഴ്ചക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരു കുഴപ്പമില്ല ഡോക്ടറെ. എങ്കിൽ ആ ബോർഡൊന്ന് വായിച്ചു. മിക്കവാറും ഇവൻ കണ്ണാടി വെക്കേണ്ടി വരും. അതന്നെ, ഇവൻ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലല്ലോ. എങ്കിൽ മലയാളം വെക്കാം. അപ്പൊ അവന്റെ കാഴ്ച മൊത്തത്തോടെ പോകും. അതെന്നാ പറ്റി? ഇവന് മലയാളം വായിക്കാൻ അറിയില്ല. അത് ശരി, അപ്പൊ വിദ്യാഭ്യാസം ഇല്ലല്ലേ? ആര് പറഞ്ഞു? ഞാൻ 12 വരെ പോയതാ. 12 പറയുമ്പം ഇപ്പോഴത്തെ +2. ആ 12 പിന്നെ രാവിലെ 10 സ്കൂളിൽ കൊണ്ടുവിട്ടു. ഉച്ചക്ക് 12 മണിയായപ്പോ ഇറങ്ങി ഓടിയതാ. മാന്യമാരുടെ മുമ്പ് വെച്ച് അവമാനിക്കരുത്. ഞാനേ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവനാ. അല്ല, അന്തസ്സുള്ള കുടുംബം. ഡോക്ടർ കേൾക്കണം. നോ, ഡോക്ടർ ഷൺമുഖം. കേൾക്കണം. ആ, പറ. ഓണത്തിന് സ്കൂളിൽ നിന്ന് അരി കൊടുത്തപ്പോഴേ പഞ്ചസാരയും മണ്ണെണ്ണയും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ കുടുംബക്കാര് മുഴുവൻ സ്കൂളിൽ വന്ന് സമരം ചെയ്തിട്ട് പോയതാ. അതാണ് ഇവന്റെ കുടുംബ മഹിമ. അല്ലേലും എനിക്ക് നിന്നെ പണ്ട് തൊട്ടേ കണ്ടുകൂടാ. ഇപ്പഴും കണ്ടുകൂടല്ലോ. അത് ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു, എന്റെ അടുത്ത് പണ്ടേ വരണ്ടേ, ഞാൻ ശരിയാക്കി തരത്തില്ല. അതല്ലെന്ന്, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് അവളെ കണ്ടുകൂടുന്ന. അതെന്താ? ഞാനേ പഠിക്കുന്ന കാലത്ത് ഇവന് വായിക്കാൻ ബുക്ക് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവനെ കണ്ടുകൂടാ. നീ കൂടുതൽ ആളാവാൻ നോക്കിയുണ്ടല്ലോ, നിന്റെ കണ്ണി ഞാൻ പെപ്പർ സ്പ്രേ അടിച്ചു വെക്കും. അമ്മച്ചിയെ, നെറ്റി ഒന്ന് മുട്ടിച്ചേ. നെറ്റി മുട്ടിക്കാനാ പറഞ്ഞേ, അങ്ങോട്ട് മാറുന്നു. കുഞ്ഞുനാളെ ചെയ്തതാ. സാറിന് ഭയങ്കര നൊസ്റ്റാൾജിയല്ലേ? കണ്ടോ, മുട്ടിക്കാം. അയ്യോ, ഈ നെറ്റിയെ മുട്ടിക്കാനല്ല പറഞ്ഞേ, ഇത് കണ്ടോ, ഈ മിഷനേലൊന്ന് മുട്ടിക്കാൻ. ഓ, അങ്ങനെ. ആ, വിദഗ്ധ ചികിത്സ വേണം, വിശദമായ പരിശോധന വേണം. മെഡിക്കൽ സയൻസിൽ ഇതിന് നിങ്ങളുടെ കണ്ണിന്റെ കാര്യമല്ലോ, അവിടെ മിണ്ടായിരിക്കണോ, ഞാനിവിടെ പറഞ്ഞോളാം. മെഡിക്കൽ സയൻസിൽ ഇതിന് എന്താന്ന് വെച്ചാ പറ. അവരേതാണ്ട് പറഞ്ഞു, ഞാൻ മറന്നുപോയി. കൃഷ്ണമണിയുടെ പുറകിലത്തെ റെറ്റിന മാറ്റണം. മാസം എത്ര രൂപ കിട്ടും? രൂപയോ? ആ, കൃഷ്ണമണിയുടെ പുറകെ റെന്റിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. റെന്റിന് കൊടുക്കണം നല്ല പറഞ്ഞേ. റെറ്റിന, കണ്ണിന് അങ്ങനെ പല വാക്കുകളുണ്ട്. ഒരെണ്ണം എനിക്കറിയാം. എന്തുവാ? അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രോ? ആ, കണ്ണിന്റെ പര്യായം. അത് അക്ഷയ കേന്ദ്രം എന്നല്ല, അക്ഷയ മിനി നേന്ത്രപ്പഴം. അയ്യോ, അത് അങ്ങനെയൊന്നും അല്ല. അക്ഷി, മിഴി, നേത്രം, അങ്ങനെയാ. ഡോക്ടറെ, കണ്ണിന്റെ കാര്യം എന്തായി? കണ്ണ് തപ്പിപ്പോയനെ കാണുന്നുമില്ലല്ലോ. കണ്ണാടി ഉറപ്പായിട്ടും വെക്കണം. അതെന്താ കാലിലേക്ക് കിടക്കുവാണോ കണ്ണാടിയുടെ? അല്ലെന്ന്, കണ്ണാടി ഉറപ്പായി നിർബന്ധമായിട്ടും വെക്കണോന്ന്. ഓ, അങ്ങനെ. എടാ ശശിയെ, ഭാര്യയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. നിന്റെ കള്ളുകൂടി നീ നിർത്തണം. നീ ഇന്ന് മുതൽ എനിക്കൊരു നല്ല കൂട്ടുകാരനായിരിക്കണം. ശരി ഡോക്ടറെ, എനിക്കൊരു കണ്ണാടി വേണ്ട. അതെന്നാ? ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലേ ഞാൻ എന്റെ കൂട്ടുകാരെ പറഞ്ഞ് നന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കണ്ണാടി എനിക്ക് വെക്കണ്ട. അങ്ങനെയാണേലേ നമുക്ക് തൽക്കാലം ഈ തൊള്ളിമരുന്ന് ഒഴിക്കാം.
പേടിക്കണ്ടേ? എങ്ങനെ പേടിക്കാതിരിക്കും? അന്യഗ്രഹജീവി വേടാത്ത വരുന്നു, ഓടി രക്ഷപ്പെട്ടോ. അയ്യോ, ഇത് അന്യഗ്രഹജീവിയും പേടകവും ഒന്നും അല്ല. തൊള്ളിമരുന്ന് കണ്ണിലേക്ക് വരുന്ന അടുത്ത് കണ്ടതാ. എന്തായാലും ഒരു പേഷ്യന്റിന്റെ കാര്യം സോൾവായി. ഇനിയിപ്പോ അടുത്ത പേഷ്യന്റിന്റെ കാര്യം എന്താവോ എന്തോ. അമ്മച്ചി അമ്മച്ചി എന്നാ പണിയാ കാണിച്ചത്? ഞാനാകെ നാണം കെട്ട് പോയില്ലേ? അതെന്താണ് നീ ട്യൂൺ കൊടുക്കാതെയാണോ പോയത്? അമ്മച്ചി സൈലൻസ് പ്ലീസ്. താൻ ആദ്യം മിണ്ടായിരിക്കണോ? ഓ, എന്റെ ഭാര്യയുടെ സ്വന്തക്കാർ വല്ലതും ആണോ? അല്ല, എന്തേ? അല്ല, അവരൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്റെ മരുമോൾ എന്നെ യുകെയിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു കുട്ടിയുണ്ടല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി ഡോക്ടറെ? ആ കൊച്ചിനെ നോക്കാനല്ലേ പിന്നെ ഈ അമ്മച്ചി എന്തിനാ ഇപ്പൊ UK കൊണ്ടുപോണേ? അതെ, ഇവരുടെ മകനെ നോക്കുന്നത് ഞാനാ. ആ. അപ്പൊ ഇവർക്ക് എന്റെ മകനെ നോക്കുന്നതിൽ എന്താ കുഴപ്പം? അല്ല, അത് ന്യായം. ആ, പക്ഷെ ഈ കൊച്ചിനെ നോക്കുന്നതിന് കണ്ണ് പരിശോധിക്കുന്ന എന്തിനാ? അതായത് ഡോക്ടറെ, ആ. ഇവരെന്റെ കുഞ്ഞാന്നും പറഞ്ഞ് അപ്പുറത്തെ സായിപ്പിന്റെ കൊച്ചിനെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാ ഞാൻ എന്നാ ചെയ്യൂന്നേ? മൂന്നെണ്ണത്തിനെ പെറ്റ് വളർത്തിയവളാ ഞാൻ. എന്റെ നാടത്തിന് എന്താണ് കുഴപ്പം? പറയടി, എന്താണ് കുഴപ്പം? ഓ, എന്താ കുഴപ്പം? എന്നെ കൊണ്ട് കൊള്ളൊന്നും പറയിപ്പിക്കരുത് കേട്ടോ നിങ്ങള്. ഞാൻ പോരാണ്ട് അപ്പുറത്തുള്ള പെണ്ണുങ്ങൾ വരെ നിന്റെ ഭർത്താവിനെ നോക്കിയിട്ടുണ്ട്. അത് പറ. വെറുതെ അല്ല, വലുതായിട്ടും ഇപ്പോഴും അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരെ കുറിച്ച് അനാവശ്യം പറയാനുണ്ടല്ലോ. പറഞ്ഞ ഞാൻ എന്തോ ചെയ്യും? ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത്. ആഹാ, കൈ നിങ്ങൾ പിടിച്ചിരിക്കുന്നു. പോടി. നിങ്ങൾ നിർത്തിക്കോ. നിങ്ങളുടെ മകനെ കെട്ടി വഴക്കുണ്ട് ആസ്വദിക്കുകയാണോ? ഒന്ന് പിടിച്ചു മാറ്റണ്ടേ? എന്റെ വീട്ടിൽ ഞാൻ ഇതേവരെ ഇങ്ങനെ ഒരു വഴക്ക് കണ്ടിട്ടില്ല. അതെന്താ നിങ്ങളുടെ വീട്ടിൽ ഭാര്യ അമ്മ അത്രയ്ക്കും ചേർച്ചയാണോ? അയ്യോ, അതല്ല, അവരുടെ ആദ്യത്തെ അടിക്ക് എന്റെ ബോധം പോകും. അതെ, പേടകം പേടിയെന്ന് പറഞ്ഞ് ഓടിയതാണല്ലോ. ഇപ്പൊ ആ പേടി പോയോ? എന്നാ പറയാനാ, അങ്ങോട്ട് ചെന്നപ്പോഴേ ഭാര്യ ഓട്ടോയും പിടിച്ച് ഇങ്ങോട്ട് വരുന്നു. അപ്പോഴേ പേടകത്തിന്റെ വീട് പോയി. നിർത്തി. ഹലോ ഹലോ, ആ, ആക്ച്വലി എന്താ പ്രശ്നം? എന്റെ പേര് ആഷ്ലി എന്നാന്ന് തന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ? ആക്ച്വലി അല്ല, ആക്ച്വലി. ഡോക്ടർ കേൾക്കണം. നോ, ഡോക്ടർ ഷൺമുഖം. ഓ, ഡോക്ടർ ഷൺമുഖം ഇതൊന്ന് ആ, കേൾക്കണം. ഇപ്പൊ കറക്റ്റ്. ഇനി പറഞ്ഞു. ഡോക്ടർ ഇതൊന്ന് നോക്കിക്കേ. ഇത് ഈ അമ്മച്ചിയുടെ പാസ്പോർട്ടാ. ഇവരിതിന്റെ അകത്ത് എന്തൊക്കെയാ കുത്തിക്കുറിച്ച് വെച്ചിരിക്കണെന്നൊന്ന് നോക്കിക്കേ. കടയിലെ പറ്റ്, ആരുടെയൊക്കെയോ ഫോൺ നമ്പർ, ഗ്യാസിന്റെ OTP, ഈ പാസ്പോർട്ടും വെച്ചിട്ട് ഈ തള്ളേനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും UK? ദാണ്ടടാ, ശരിയാണല്ലോ. എന്റെ അമ്മച്ചിയെ ഇനി എങ്ങനെയാ UK പോകുന്നേ? ഒരു കണക്കിന് നന്നായി. ഈ പേരും പറഞ്ഞ് എനിക്കിനി ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാലോ. പകരം എന്റെ അമ്മച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അല്ലേലും ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ വലിയ സൗകര്യക്കേടാണ്. അതിനാർക്കൊന്നും എന്റെ കൂടെ വരണം. എനിക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെ എഴുതി വെച്ചത്. അതുപോലെ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തൊരു മണ്ടി. എന്നെ മണ്ടീന്ന് വിളിച്ചാലുണ്ടല്ലോ നിങ്ങളെ രണ്ടു കൊണ്ടും ഞാൻ കുത്തി പൊട്ടിക്കും. കുത്തിപ്പൊടുത്താൽ എനിക്കൊരു ചുക്കുമല്ലടി. അതെന്നാ? കാരണം ഞാൻ നിൽക്കുന്നത് കണ്ണാശുപത്രിയില്ല. ഈ ഡോക്ടർ എന്റെ കണ്ണ് ഒട്ടിച്ചു തരും. അയ്യോ അയ്യോ അയ്യോ, കുത്തിപ്പൊട്ടിക്കാണ്. ഇപ്പൊ കുത്തിപ്പൊട്ടിക്കല്ലേ? 16-ാം തീയതി വാ. അതെന്താ? 15-ാം തീയതി അല്ലേ എന്റെ കണ്ണിന്റെ തിമിരത്തിന്റെ ഓപ്പറേഷൻ. എന്റെ കണ്ണിന് കാഴ്ചയില്ല, നിങ്ങളുടെ കണ്ണ് ഞാൻ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും? ഡോക്ടറെ, നോ, ഡോക്ടർ ഷൺമുഖം. സൂപ്പർ പെർഫോമൻസ് കിട്ടിലും. ആൻഡ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞ സർപ്രൈസ് എലിമെന്റ് എന്താന്നുള്ളത്. വൺ ആൻഡ് ഓൺലി സംഗീത ചേച്ചി ഫ്രം അയർലൻഡ്, കുഞ്ഞാച്ചയുടെയും ഉണ്ണിക്കുട്ടന്റെയും അമ്മയാണ്. ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യം. അല്ല, ഞങ്ങള് തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ, നമ്മൾ തമ്മിലോ? അല്ല. എന്റെ പൊന്നെ. അല്ല, സംഗീതമായിട്ട്. അയ്യോ, ആ ബന്ധം ഒന്ന് എല്ലാരും കേൾക്കണേ. ആ ബന്ധം എന്റെ മോളായിട്ട് വരും. ഇത് ആർക്കും ഭയങ്കര അത്ഭുതമായി പോയി. അത് ഭയങ്കര സർപ്രൈസിങ് ആയി പോയി. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ ഈ സ്കിറ്റില് സംഗീതേച്ച് തൂക്കി. അയ്യോ, സത്യം. നല്ല കിട്ടിലും പെർഫോമൻസ്. സംഗീത, വെൽക്കം. താങ്ക് യു. ഞാൻ വെക്കേഷന് വന്നതാ. അറിയാം. പിന്നെ മക്കളെ കൊണ്ടുപോകുന്നില്ല ഈ വർഷം. അമ്മ നന്നായിട്ട് ചെയ്തോ കുഞ്ഞാറ്റ? അമ്മ തെറ്റിച്ചോ നന്നായിട്ട് ചെയ്തോ? നന്നായിട്ട് ചെയ്തു. പ്രാക്ടീസ് ഒക്കെ മുടക്കുന്നുണ്ടായിരുന്നോ? ഇല്ല, മോളക്കള് നന്നായിട്ട് ചെയ്തോ അതോ കുഴപ്പമില്ലെന്നാണോ? എന്റെ അത്രയില്ല എന്നാലും. അതെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവരുടെ ഇളയ ഒരാളുണ്ട്, അടുത്ത താരം. ആ കുഞ്ഞും എന്റെ വൈഫും കൂടെ വന്നിട്ടുണ്ട്. അവരെ ഒന്ന് ഇപ്പോഴാണ് ഫാമിലി കംപ്ലീറ്റ് ആയത് അല്ലേ? അമ്മയുടെ പേരെങ്ങനെയാ? ആലീസ്. ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഒരു ആലീസ്. ബാബയുടെ പേരെന്നാ? സനൂനി.
സലോണി സലോണി റോസ്. അപ്പൊ രണ്ടുപേരും വെച്ച് 3 ടീമായി കേട്ടോ ഞങ്ങള്. ഇരുണ്ടി അവര് വെച്ചേ. സംഗീത, അവിടെ മക്കളുടെ അപ്പന്റെയും എല്ലാവരെയും പെർഫോമൻസ് കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. അപ്പൊ എന്താ കാണുമ്പോ എന്താ പറയാ അവരോട്? ഭയങ്കര സന്തോഷം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോ, മക്കളിങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോ പപ്പയുടെ ഭയങ്കര സപ്പോർട്ട്. ഞാൻ നാട്ടിലില്ലാത്തതിന്റെ കുറവ് മക്കള് ഉണ്ടാവും, പക്ഷെ അവര് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ. അവിടെയുള്ള മലയാളികളൊക്കെ ഷോസ് കണ്ട് കുട്ടികളുടെ സ്കിറ്റ് ഒക്കെ കണ്ട് പറയാറുണ്ടോ? പിള്ളേരുടെ അമ്മയാന്നുള്ള രീതിയിൽ പലരും എന്നെ അറിയാറുണ്ട് ഇപ്പൊ. അയ്യടാ, ഇപ്പൊ കുറച്ചുകൂടെ അറിയും, കാരണം ഫെയിം ആയല്ലോ. ഇനി തിരിച്ചു ചെല്ലുമ്പോ അല്ലേ സെലിബ്രേറ്റ് ചെയ്യല്ലേ. അപ്പച്ചനുണ്ട്, പിള്ളേരുണ്ട്, മോളുണ്ട്, അങ്ങനെ എല്ലാ ജനറേഷനും ഉള്ളവരും ഉണ്ട്. അപ്പൊ എന്തായാലും കിട്ടില്ല പെർഫോമൻസിന് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി, ഈ കുടുംബത്തിന് അതെ എത്രത്തോളമാണ് ബാറ്ററി ചാർജ് കയറിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ. യെസ്. ഓ, നിറയെ ചോക്ലേറ്റ്സ് ഒക്കെ ഇനി വാങ്ങാം. കുഞ്ഞിന് ഭയങ്കര ഹാപ്പി ആയി. 16,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. കുടുംബത്തിന് അടിച്ചു പൊളിക്കാം. സംഗീത അമ്മ, ഇതെല്ലാം ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ്. താങ്ക് യു.